ആ എല്ലാവരും ഉണ്ടല്ല. ഇങ്ങോട്ട് ഇറങ്ങി നിക്ക് കൊച്ചേ. കണ്ടില്ലേ നിങ്ങ? കണ്ട് മറിയച്ചേട്ടത്തിയേ, അപ്പൊ ഇതാണ് പൈലിക്കുട്ടിച്ചായന് മാതാവ് കടലിൽ നിന്ന് കോരിക്കൊടുത്ത പെങ്കച്ചല്ലിയോ? കണ്ടാ മാതാവിനെ പോലെ തന്നെ തോന്നലുണ്ട് കേട്ടാ. ഞാനൊരു പുതുമ പറഞ്ഞല്ലേ. എന്റെ പേരെന്നതാടി പെണ്ണേ? ഇതെന്നതാണ് കാത്തി ഇവക്കടെ പേര് ചോദിച്ചിട്ട് മുണ്ടാത്തത്? അത് തന്നെയടി കൊച്ചുപെണ്ണെ എന്റെ ഒരു സംശയം. നേരം വെളുത്ത് ഈ നേരം വരെ മണ്ടാടി ചോദിച്ചിട്ടും വല്ലതൊരക്ഷരം മുണ്ടണ്ടേ? കമാന്നൊരക്ഷരം മുണ്ടിയിട്ടില്ല. ഇനി വല്ല ഊമെങ്ങാനും ആണാ പാപ്പച്ച? ആക്കറിയാ മാതാവ് അറിഞ്ഞും പറഞ്ഞും നമ്മുടെ വൈലിച്ചേട്ടനെ അങ്ങനെ അങ്ങാട്ട് വഞ്ചിക്കുവാ. അതെ, എല്ലാരും കൂടി പുതുമ പറഞ്ഞിങ്ങനെ ചിരിക്കാനൊക്കെ ഉണ്ടല്ല ഏട്ടാ അയലന്തരത്തുകാരെ ഈ മുറ്റത്താട്ടിങ്ങനെ വിളിച്ചു നിർത്തിയത്. കടലിന്ന് ഒഴുകി വന്ന പെണ്ണാണ് ഇവള്. ആരാണെന്നോ എന്താണെന്നോ എല്ലാരും കൂടി ചോദിച്ചു മനസ്സിലാക്കി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. അതിന് മാതാവ് തന്ന പെണ്ണാണെന്നും പറഞ്ഞ് ഇവിടെ തന്നെ അങ്ങോട്ട് പൊറപ്പിക്കാൻ തീരുമാനിച്ചേക്കല്ലേ? അപ്പൊ പിന്നെ ഞങ്ങ എന്നാ പറയാനാണ് മറിയച്ചെടുത്തി? ഒരുമയുണ്ടേലേ ഒലക്കേലും കിടക്കാന്നൊരു ചൊല്ലുണ്ടല്ലോ പാപ്പച്ചായ. ആരും പോരും ഇല്ലെങ്കിൽ പിന്നെ ഈ കൊച്ച് ഇവിടെ നിക്കട്ടേന്ന്. എന്തിന്? മകൻ അന്തോണിക്കൊരു തുണയാവുമല്ല. നിർത്തണ. മുറ്റത്ത് നിന്നാണ്ട് വേണ്ടാതീനെ വിളിച്ചു പറഞ്ഞാലുണ്ടല്ല തിളച്ച വെള്ളം കോരി മുഖത്താട്ട് ഒഴുക്കി മറിയ കുട്ടി. അതിന് ചാണ്ടിക്കുഞ്ഞ് പറഞ്ഞതിൽ എന്നാ തെറ്റാ ഉള്ളത് മറിയച്ചേട്ടത്തി? എന്നാ കണ്ടേച്ചാ നിങ്ങൾ ഈ പെണ്ണിനെ എവിടെ കയറ്റി പൊറപ്പിച്ചിരിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മറിയച്ചേട്ടത്തി, എന്റെ വല്യപ്പച്ചി വറീത് ചാലക്കന്റെ ഒരേ ഒരു മോളാ കൊച്ചുറാണി. ആ കൊച്ചുറാണി കൊച്ചിലേ തൊട്ട് നോട്ടം വെച്ച ചെറുക്കനാ നിങ്ങളുടെ മോൻ അന്തോണി. ഇങ്ങനെ ഒരു വരുത്തിയെ ഒരന്തിയെങ്കിൽ ഒരന്തി ഇവിടെ കയറ്റി പൊറപ്പിച്ചെന്ന് കൊച്ചുറാണി അറിഞ്ഞാലുണ്ടല്ലോ, അറിയാവല്ലോ, ലോപ്പച്ചായനും വറീത് വല്യപ്പച്ചിയും കൊച്ചുറാണിയുടെ ഇങ്ങോട്ടൊരു വരവ് വരും. വന്നാ അവര് ഞങ്ങളെ എന്നാ ചെയ്യുവന്നാടാ കൊച്ചുമിക്കായലേ? ഞങ്ങക്കടാ കയ്യും കാലും വെട്ടിക്കണ്ടിച്ച് കടലിൽ തള്ളുവാ. പറയടാ ഇടാ പറയാൻ. എന്നതാണ് മറിയച്ചെടുത്തിയത്? കൊച്ചുമികായല്ലേ, നീയൊന്നും ഉണ്ടാണ്ടിരി. ഇവിടെ കിടന്ന് ഈ പെണ്ണിന്റെ പേരിൽ തല്ലും കൊല്ലും ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്ന്. ഇനി അഥവാ അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ആണുങ്ങൾ രണ്ടാളുണ്ടല്ലോ ഇവിടെ, നിങ്ങൾ തമ്മിലാവ്. കൂട്ടും കൂടി അപ്പനും മകാനും കൂടി പുട്ടും കടലയും വാങ്ങിക്കാൻ പോയേക്കണ് ഈ പുതുപ്പെണ്ണിനെ തീറ്റിക്കാൻ. നിന്റെ പേരെന്നതാടി? ഉറക്ക ചോയിരുമികായല്ലേ, ഞങ്ങ ചോദിച്ചിട്ട് ഇവള് മുണ്ടണില്ല. കുറുനാവില്ലാത്ത ഊമപ്പെണ്ണാണെന്നറിയാൻ ആ ചെപ്പ നോക്കി ഒന്ന് പൊട്ടിച്ചാ മതിയെന്നേ. തത്ത പറയും പോലെ അവള് പറയും നാവുണ്ടെന്നാണേ. സകലതും കേൾക്ക നിന്റെ ഊരും പേരും വെളിപ്പെടുത്തടി. വെളിപ്പെടുത്താൻ. പാപ്പച്ചായോ, അപ്പൊ സംഗതി ഊമ തന്നെയാണ് കേട്ടാ. എടി മറിയക്കുട്ടിയെ, നീ നേരം കളയണ്ട. ആ പെണ്ണിനെ ചെറുക്കനെ പുറത്താട്ടിറക്ക്. കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയായെന്ന്. നിങ്ങനെ തിടുക്കം കൂട്ടുന്ന പലിച്ചായ നേരെ ഇനി ഒരുപാട് ബാക്കിയുണ്ടല്ല എന്ന് വെച്ച് വെറുതെ സമയം കളയേണ്ട കാര്യമുണ്ടോ? പള്ളിക്ക് ചെന്ന് എല്ലാവർക്കും കൂടി ഇച്ചിരി നേരം പ്രാർത്ഥിക്കാമല്ല. മനസ്സ് കുത്തി ഏനക്കേടൊന്നും കൂടാതെ കഴിഞ്ഞാ മതിയായിരുന്നു. എന്റെ മാതാവേ, എല്ലാം നല്ലോണം ഒന്ന് തീർത്ത് തന്നേക്കണേ. ഇത് കേട്ട ആരാണ്ട് ഏനക്കേടിന് വരണ പോലെ തോന്നുവല്ല. അന്തോനിയെ കൂട്ടൊരു നല്ല ചെക്കനും ഒരു കുഴപ്പവും നിങ്ങളുടെ മാതാവ് വരുത്തൂല്ല പൈലിച്ചായ. അതിന് ആര് തന്നെയാണ്. എന്നാലും എന്റെ ഉള്ളിൽ കിടന്നൊരു കാളല് എന്താണെന്നറിയാൻ മേല. ഇത് നല്ല പാട്. സംസാരിക്കാൻ പറ്റുകയില്ലെന്നാണെങ്കിൽ ഇത്രയും ചേലുള്ള ഒരു പെണ്ണ് ഈ തുറയിലുണ്ടാ പൈലിച്ചായ? ഒന്നും പണോ ഇല്ലെങ്കിൽ എന്ത് അല്ലേ? ബാക്കിയുള്ളതല്ലേ നമ്മുടെ അന്തോണിക്കുട്ടി. പിന്നെ മകനെ അന്തോണി, അത് അത് ആ അമ്മച്ചി തന്നെയാടാ. അന്ന് കടാപ്പുറത്ത് വെച്ച് അന്നമോൾ എനിക്ക് കാട്ടിത്തന്ന അമ്മച്ചി.
അത് ആ അമ്മച്ചി തന്നെയാണ്. അത് മാതാവാണ്. അമ്മേ മാതാവേ വാ, വാ. മകളെ മാതാവ് 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 എന്നെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. മകാനെ നിനക്ക് മനസ്സിലായി? അത് മാതാവാണ്. മാതാവ് പള്ളിക്കകത്തോട്ട് കയറിപ്പോയി. മാതാവ് കൊണ്ടുതന്ന ഈ പെണ്ണ് നിനക്ക് സ്വന്താണ് മകനെ. മകളെ